ഏവർക്കും ബ്ലാക്ക് മീഡിയയുടെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. കേന്ദ്രം ക്ഷാമബത്ത ഉയർത്താൻ തീരുമാനിച്ചിരിക്കുന്നു. കേരള സംസ്ഥാനത്തിന് ക്ഷാമബത്തയിൽ 7 ഗഡുക്കളാണ് കുടിശ്ശികയായി നിൽക്കുന്നത്. ഈ സമയത്താണ് കേന്ദ്ര സർക്കാർ ക്ഷാമബത്ത ഉയർത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും റിട്ടയർഡ് ആയിട്ടുള്ളവർക്കും ഗുണം ചെയ്യും. 3% മുതൽ 5% വരെയുള്ള വർധനവാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അടുത്ത വാർത്ത, ക്ഷീരകർഷകർക്ക് ഗുണമാകുന്ന രീതിയിൽ ഒരുപാട് പദ്ധതികൾ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് സർക്കാർ. ക്ഷീര പോർട്ടൽ വഴിയാണ് നമുക്കിതിലേക്ക് അപേക്ഷ നൽകാൻ സാധിക്കുന്നത്. 30,000 രൂപ മുതൽ 7,60,000 രൂപ വരെയുള്ള ധനസഹായങ്ങളെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. ഒരു പശു യൂണിറ്റ് ഉള്ളവർക്ക് 30,000 രൂപ ലഭിക്കും. അതുപോലെ 2 പശു ഉള്ളവർക്ക് 60,000 രൂപയും, അതുപോലെ തന്നെ പശുക്കളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് 5 പശു ഉള്ളവർക്ക് 1,50,000 രൂപയും ധനസഹായം ലഭിക്കുന്നതാണ്. നമുക്കിതിൽ ചെറിയ രീതിക്ക് തിരിച്ചടവുണ്ടാവും. തിരിച്ചടവ് ഇതുപോലുള്ള പോർട്ടലുകളിൽ നിന്ന് നമ്മൾ എടുക്കുമ്പോൾ പലിശ വളരെ കുറവായിരിക്കും. ഇത് കർഷകർക്ക് തീർച്ചയായും ഉപകാരമാകുന്ന ഒരു പദ്ധതിയാണ്. ക്ഷീര പോർട്ടൽ സന്ദർശിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ വിശദവിവരങ്ങൾ മനസ്സിലാക്കി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അടുത്ത വാർത്ത, സംസ്ഥാന സർക്കാർ കെ റൈസ് വിതരണത്തിനായി തയ്യാറെടുക്കുകയാണ്. 8 കിലോ കെ റൈസ് ആണ് സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യാൻ പോകുന്നത്. ഇനി വരുന്ന മാസം മുതൽ കെ റൈസ് വിതരണം ആരംഭിക്കും. 8 കിലോയാണ് ലഭിക്കുക. നമ്മുടെ സംസ്ഥാനത്തെ സപ്ലൈകോ വഴിയാണ് നമുക്ക് ഈ 8 കിലോ റൈസ് വാങ്ങാൻ കഴിയുന്നത്. അടുത്ത വാർത്ത, PM കിസാൻ വിതരണത്തിനായി കാത്തിരിക്കുകയാണ്. PM കിസാന്റെ വിതരണം ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ്. കാരണം സൈറ്റ് ഇപ്പോൾ പ്രോസസ്സിങ്ങിന് വേണ്ടി ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. സാധാരണ വിതരണം ചെയ്യുന്നതിന് തൊട്ടു മുന്നോടിയായിട്ടാണ് ഇത്തരം ഒരു പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുക. ഇത്തരം പ്രോസസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 15 ദിവസത്തിനകം പൈസ ലഭിക്കുമെന്നാണ് നമുക്ക് ഇതിനു മുമ്പുള്ള തെളിവുകൾ വെച്ച് മനസ്സിലാവുന്നത്. ഇതിനു മുമ്പ് ഇതുപോലെ സൈറ്റ് പ്രോസസ്സിംഗ് ആരംഭിച്ചതിന് ശേഷം മാക്സിമം സമയം എടുത്തിരിക്കുന്നത് 15 ദിവസമാണ്. അതുകൊണ്ട് തന്നെ PM കിസാന്റെ 20ാമത്തെ ഗഡു നമുക്കിനി 15 ദിവസത്തിനുള്ളിൽ തന്നെ ലഭിക്കുമെന്ന് ഉറപ്പിക്കാം. അടുത്ത വാർത്ത, സംസ്ഥാനത്ത് ഗോൾഡ് വില വീണ്ടും ഉയരുകയാണ്. നിലവിൽ 22 ക്യാരറ്റ് 1 ഗ്രാം സ്വർണത്തിന് 9,105 രൂപയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1 പവൻ സ്വർണത്തിന് 72,840 രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുമ്പത്തെ ദിവസത്തെ അപേക്ഷിച്ച് 1 ഗ്രാമിന് 40 രൂപയും 1 പവന് 320 രൂപയുടെയും വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി 18 ക്യാരറ്റ് ഗോൾഡിന്റെ റേറ്റ് നോക്കാം. 1 ഗ്രാം 18 ഗ്രാം ഗോൾഡിന്റെ റേറ്റ് 7,450 രൂപയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1 പവൻ 18 ഗ്രാം ഗോൾഡിന് 59,600 രൂപയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലത്തെ അപേക്ഷിച്ച് 1 ഗ്രാമിന് 33 രൂപയും 1 പവന് 264 രൂപയുടെയും വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. താങ്ക് യു.